ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ട്രംപ് പറഞ്ഞ ഗസയിലെ നരകത്തിൻ്റെ ശനിയാഴ്ച വരികയും ഒന്നും സംഭവിക്കാതെ ഞായറാഴ്ചയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ട്രംപിൻ്റെ മറ്റൊരു വീമ്പ് പറച്ചിലിൻ്റെ പൊള്ളത്തരം കൂടി ലോകം മനസ്സിലാക്കുകയാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അയാൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഉത്തരവുകളും പിൻവലിക്കുകയോ മാറ്റിവെക്കുകയോ മാറ്റിപ്പറയുകയോ ചെയ്യുമ്പോൾ ട്രംപിൻ്റെ വാക്കുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹമാസിൻ്റെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ ഗസ നരകമാക്കും എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഏതാണ്ട് 100ഓളം ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നാണ് ഈ ട്രംപ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേ ട്രംപ് തന്നെ ഇന്ന് പറയുന്നത് ഞാൻ കഠിനമായ നിലപാട് സ്വീകരിക്കും, പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഈ കഠിനമായ നിലപാട് ഇനി ട്രംപ് സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മറുവശത്ത് കൂടി ഞാൻ ഇനി ഗസയെ ആക്രമിക്കില്ല, അതുകൊണ്ട് പഴയതുപോലെ ശനിയാഴ്ച തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ 3 ബന്ദികളെ തന്ന് ഞങ്ങളുടെ മുഖം രക്ഷിക്കൂ എന്നാണ് ദൂതർ വഴി നെതന്യാഹു ഈ ഹമാസിനെ അറിയിച്ചത്. ഇതിന് ഹമാസ് സമ്മതിച്ചുകൊണ്ട് ഈ 3 ബന്ദികളെ കൈമാറുമ്പോൾ ഹമാസ് തോറ്റു, ട്രംപിനെ ഭയന്ന് അവർ ബന്ദികളെ കൈമാറുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ വെറുതെയാണ്. ഹമാസ് ഒരിക്കലും ഇവിടെ തോൽക്കപ്പെടുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ട്രംപ് ഭീഷണിപ്പെടുത്തി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ ഈ 100 ബന്ദികളെയുമല്ല ഈ ഹമാസ് ഇപ്പോൾ തിരികെ കൊടുക്കുന്നത്. 9 ബന്ദികളെയെങ്കിലും വിട്ടുതരൂ എന്ന് നെതന്യാഹു അവരോട് അപേക്ഷിച്ചിട്ടും വെറും 3 പേരെ മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് ഈ കരാർ തുടരാൻ തീരുമാനിക്കുന്നത്. അതാണ് അവരുടെ നിലപാട്. അതിൽ ഒരിക്കലും ഭയപ്പെട്ടാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ 3 ബന്ദികൾക്ക് പകരമായി കരാർ പ്രകാരം ഹമാസിന് കൈമാറാതിരുന്ന തടവുകാർ ഉൾപ്പെടെ 369 പേരെയാണ് ഇപ്പോൾ മോചിപ്പിക്കേണ്ടി വരുന്നത്. തന്നെയുമല്ല, വീണ്ടും ഗസയെ ആക്രമിച്ചാൽ ഇനിയും ബന്ദി കൈമാറ്റം തടസ്സപ്പെടും എന്ന് ഈ ഹമാസ് നെതന്യാഹുവിനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ നെതന്യാഹുവിന് സുരക്ഷയുണ്ട്, അതുകൊണ്ട് അയാൾക്ക് പേടിക്കണ്ട, അല്ലെങ്കിൽ അയാൾക്ക് അമേരിക്കയിലേക്ക് രക്ഷപ്പെടാം. അതുപോലെയല്ലല്ലോ ഇസ്രായേലിലെ ജനങ്ങൾ. കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിക്കേണ്ടത് അവരാണ്, കൊല്ലപ്പെടുന്നതും ഇതേ ജനങ്ങളാണ്. അതുകൊണ്ട് ആദ്യം ബന്ദികളെ മുഴുവൻ തിരികെ കൊണ്ടുവരാനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഈ ജനങ്ങൾ നെതന്യാഹുവിനോട് പറയുന്നത്. അതിനായി രാജ്യത്ത് അവർ നിരന്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഇസ്രായേലിലെ പ്രമുഖർ തന്നെ ഗസയിലെ ജനങ്ങളെ മുഴുവൻ നാട് കടത്താനും അവരെ ആക്രമിക്കാനുമുള്ള ട്രംപിൻ്റെ ഈ പദ്ധതിയെ അതിരൂക്ഷമായി തന്നെയാണ് വിമർശിക്കുന്നത്. ഈ ട്രംപിൻ്റെ വാചകസർത്ത് ശരിക്കും ഇസ്രായേലിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ട്രംപ് മനസ്സിലാക്കുന്നില്ല. തന്നെയുമല്ല, ജൂതർക്കെതിരായി ലോകത്തിൻ്റെ നാനാവശത്തും ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദേശങ്ങളിലുള്ള ജൂതന്മാർ ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് വളരെയധികം തകൃതിയായി നടക്കുന്നുണ്ട്. സ്ഥലങ്ങൾക്കെല്ലാം വളരെയധികം വിലയേറുകയാണ്. ഇവർക്കെല്ലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട്. കാരണം അത്രയധികം അവഗണനയാണ് വിദേശങ്ങളിൽ നിന്നും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഭരണകൂടത്തിൻ്റെ തകരാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഈ വീമ്പ് പറച്ചിൽ അറബ് രാജ്യങ്ങൾ പരിഹസിക്കുമ്പോൾ അമേരിക്കൻ പക്ഷത്തുള്ള മീഡിയകൾ ഈ ട്രംപിനെ തേച്ച് വെളുപ്പിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ദയവായി ഞങ്ങളുടെ ബന്ദികളെ നിങ്ങൾ തിരിച്ചു തരൂ, എന്നിട്ട് നമുക്ക് വീണ്ടും കരാർ പ്രകാരം മുന്നോട്ട് പോകാം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹമാസിന് സന്ദേശം അയക്കുന്ന നെതന്യാഹു ശരിക്കും ഇസ്രായേലിൻ്റെ ദുർബലാവസ്ഥയെ തന്നെ തുറന്നു കാട്ടുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നെതന്യാഹു മറുപക്ഷത്തെ ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. അതിന് കാരണം അപ്പുറത്ത് ആയുധസജ്ജരായ ഒരു വലിയ സംഘം തന്നെ തയ്യാറായി ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നെതന്യാഹുവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള നിലനിൽപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തീർത്തും ഒരു പരാജയം സമ്മതിക്കാൻ ഈ നെതന്യാഹു തയ്യാറല്ല. ഞങ്ങളിപ്പോഴും ശക്തരാണെന്ന് തെളിയിക്കാൻ വെസ്റ്റ് ബാങ്കിലും ലെബനോനിലും ഒക്കെ ഈ ആളില്ലാത്ത പ്രദേശങ്ങളിൽ ചില ആക്രമണങ്ങൾ നടത്തി അവർ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ ആയുധങ്ങൾ തകർത്തു എന്നൊക്കെ വാർത്തകൾ സ്വയം സൃഷ്ടിക്കുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ ശരിക്കും ഇസ്രായേൽ സ്വയം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവർ അവിടെ കുറേ പഴഞ്ചൻ തുരുമ്പിടിച്ച ആയുധങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം ഹിസ്ബുള്ളയുടെയാണ് അല്ലെ ഹമാസിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ അവർ വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്.
ഈ ആക്രമണങ്ങളെല്ലാം വാർത്തകൾക്ക് വേണ്ടി മാത്രമാണെന്ന് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാം അറിയാം. അതുകൊണ്ടാണ് അവരാരും ഇതിനെതിരായി ഇതുവരെ പ്രതികരിക്കാത്തത്. നമ്മൾ ചിന്തിക്കും, എന്താണ് ഇവർക്ക് ഇത്ര അധികം ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇവരാരും ഇപ്പം പ്രതികരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇവരെല്ലാം തകർന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതാണ് ഇസ്രായേലിൻ്റെ പക്ഷത്തുള്ള ആളുകൾ ആയുധമാക്കുന്നതും. കണ്ടോ, ഹമാസ് ഒന്നും ചെയ്യുന്നില്ല, അവർ ഇത്രയധികം ആക്രമിക്കുകയാണ്. സത്യത്തിൽ ഇതെല്ലാം ഡമ്മി ആക്രമണങ്ങളാണ്. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ബന്ദിയാക്രമണം വെസ്റ്റ് ബാങ്കിൽ നടത്തി 10-12 പലസ്തീനികൾക്ക് പരിക്ക് പറ്റുകയും 2 പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് ഹമാസ് ബന്ദി കൈമാറ്റം ഇനി മുതൽ തുടരുന്നതല്ല, ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇത് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഒരു പ്രകോപനം ഉണ്ടാവുകയും ഞങ്ങൾ ബന്ദികളെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ മൊത്തം ഗസയൊക്കെ ചുട്ട് നരകമാക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നടക്കില്ലെന്ന് അവർക്കും അറിയാം. കാരണം ഏകപക്ഷീയമായിട്ടല്ലല്ലോ യുദ്ധം ഒരിക്കലും ഉണ്ടായിക്കൊണ്ടിരുന്നത്. യുദ്ധം ഇരുപക്ഷത്തും ശക്തമായി തന്നെ അവർ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗസയെ ചുട്ടു നരകമാക്കും എന്ന് ട്രംപ് പറയുമ്പോൾ മറ്റുള്ളവർ അനങ്ങാതിരിക്കുന്നവരായിരിക്കണം. അതൊരിക്കലുമല്ല, അവരും വ്യക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും ഈ ട്രംപിൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ ഗസയിലുള്ള ആൾക്കാരെ ഒരിക്കലും അവർക്ക് പുറത്തേക്ക് തള്ളാനും കഴിയത്തില്ല. ഇതൊന്നും അറിയാതെ ഞങ്ങൾ അമേരിക്ക ഒരു വൻ ശക്തമായ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും യാതൊരുവിധ യാഥാർത്ഥ്യമില്ല. ശരിക്കും കരാർ പ്രകാരം മുഴുവൻ ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും പരസ്പരം ഇവർ കൈമാറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനപ്പുറം ഈ സംഘടനയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യവും ഇവർക്ക് നേടാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.